ഓക്കെ. ഇത് നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എക്സ്പെൻഡിച്ചറും സേവിങ്സും, ഒരാളുടെ എക്സ്പെൻഡിച്ചറിന്റെ സേവിങ്സിന്റെ റേഷ്യോ 4:3 ആണ്. സേവിങ്സ് ഇൻക്രീസ്ഡ് ബൈ 1/5 ഓഫ് ഹിസ് ഇൻകം. അവന്റെ ഇൻകത്തിന്റെ 1/5 എന്ത് കൂടി? സേവിങ്സ് കൂടി. ദെൻ സേവിങ്സ് സെയിം ആയിട്ട് തന്നെ നിന്നു. അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് എക്സ്പെൻഡിച്ചറിന്റെ സേവിങ്സിന്റെ റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ തന്നിരിക്കുന്നത് എക്സ്പെൻഡിച്ചർ ഉണ്ട്, സേവിങ്സ് ഉണ്ട്. 4:3. ഓക്കെ. 4ഉം 3യും എക്സ്പെൻഡിച്ചറും സേവിങ്സും ആണെങ്കിൽ ഇൻകം വരാൻ പോകുന്നത് 7 ആയിരിക്കും. കാരണം ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഇൻകം വരണം. നമ്മുടെ ചെലവും നമ്മുടെ സേവിങ്സും കൂടി കൂട്ടുമ്പോൾ നമ്മുടെ ഇൻകം ആയിരിക്കും വരുന്നത്. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് സേവിങ്സ് ഇൻകത്തിന്റെ 1/5 കൂടി. ഓക്കെ. അപ്പോ സേവിങ്സ് ഇൻകത്തിന്റെ 1/5 കൂടി. 1/5 കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1/5 എടുക്കണമെങ്കിൽ നമുക്ക് 7ന്റെ 1/5 എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഈ ഒരു റേഷ്യോനെ മൊത്തത്തിൽ 5 വെച്ച് മൾട്ടിപ്ലൈ ആന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് കുറച്ചുകൂടി 1/5 എടുക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ. അപ്പൊ ഞാൻ ഈ മൊത്ത റേഷ്യോനെ 1/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/5 എടുക്കാനുള്ള ഈസിക്ക് വേണ്ടിയാണ്. അപ്പൊ ഇത് 35 ആകും. ഓക്കെ. ദെൻ പറഞ്ഞിരിക്കുന്നത് സേവിങ്സ് എന്ത് ചെയ്തു? 1/5 കൂടി. സേവിങ്സ് 1/5 കൂടി. ഇപ്പോ 35 ഉണ്ട്. അതുപോലെ തന്നെ ഇത് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 20 ഉണ്ട്. ഇത് 15 ഉണ്ട്. സേവിങ്സ് 1/5 കൂടണം. ഇതിന്റെ 1/5 എന്ന് പറയുമ്പോൾ 7 ആയിരിക്കും. കാരണം നമ്മൾ 5 വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്ത. അപ്പൊ സേവിങ്സ് 22 ആവും. സേവിങ്സ് 22 ആവും. 1/5. 35ന്റെ 1/5 ആണ് 7. ഇനി ഇൻകം അതുപോലെ തന്നെ നിന്നു. ഇൻകം അങ്ങനെ തന്നെ നിന്നു. അതാണ് ഈ സെന്റൻസിൽ പറയുന്നത്. ഇൻകം റിമെയിൻസ് ദ സെയിം. ഇനി ഇവിടെ നോക്കുമ്പോൾ 35 ഇൻകം ഉണ്ട്, 22 സേവ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് 13 ആയിരിക്കും എക്സ്പെൻഡിച്ചർ വരുന്നത്. 13 ആയിരിക്കും എക്സ്പെൻഡിച്ചർ വരുന്നത്. ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ റേഷ്യോ എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ്? 13:22 ആയിരിക്കും എക്സ്പെൻഡിച്ചറിന്റെ സേവിങ്സിന്റെ റേഷ്യോ. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ തിരിച്ചു മടക്കി ചോദിക്കാറുണ്ട്. അതായത് ചില സമയത്ത് എക്സ്പെൻഡിച്ചർ ഇൻകത്തിന്റെ 1/5 കൂടി. ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കാറുണ്ട്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ സേവിങ്സും 4:3 റേഷ്യോ ആണ്. സോ ഇൻകം 7 ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് സേവിങ്സ് ഇൻകത്തിന്റെ 1/5 കൂടി. അപ്പോൾ 1/5 എടുക്കാൻ ഈസി ആക്കാൻ വേണ്ടി ഞാൻ മൊത്തം റേഷ്യോ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 35, 20, 15. ഇതിന് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത 20, 5 വെച്ച് മൾട്ടിപ്ലൈ 15. ഇനി പറഞ്ഞിരിക്കുന്നത് സേവിങ്സ് ഇൻകത്തിന്റെ 1/5 അല്ലേ? അപ്പൊ 35ന്റെ 1/5 7, 15, 7, 22 ഇൻകം സേവിങ്സ് വരും. ദെൻ 35 ഇൻകവും 22 സേവിങ്സും ആണെങ്കിൽ 13 ആയിരിക്കും എക്സ്പെൻഡിച്ചർ. സോ റേഷ്യോ 13:22. ഇതായിരിക്കും ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.